ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു നാടൻ തേങ്ങാച്ചോറും പിന്നെ നോമ്പിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഗ്ലാസ്സിൽ ഞാനൊരു 2 ഗ്ലാസ് നാടൻ നല്ല വടിമട്ട അരി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് 2-3 വെള്ളത്തിൽ കഴുകി ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി. ഇനി അതൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടിപ്പോയാൽ കയ്പ്പ് രസം വരും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ല ചുമന്നുള്ളി അരിഞ്ഞതും ഒരു പിടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയല്ലേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഒത്തിരി കനത്തിൽ കടിക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇവിടെ കലത്തിലായി ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയല്ലേ എടുത്തിരിക്കുന്നത്, അതിന് ഇവിടെ ഒരു 5 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മളിപ്പം ശരിയാക്കി വെച്ച അരിയില്ല അതങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പരുവത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴും നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം ഞാനിപ്പോൾ ഇത് ചൈന പോട്ടിൽ ഇറക്കി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത്. ഇതുപോലെ തെർമൽ കുക്കറിൽ തിളച്ചതിന് ശേഷം ഇറക്കി അടച്ച് വെച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് റെഡിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അഥവാ ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് തോന്നിയാൽ ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്നങ്ങ് മുരിച്ചെടുത്താൽ മതി. ഇനി അത് നമുക്കൊന്ന് വിളമ്പിയെടുക്കാം. നമുക്കിപ്പോൾ ഈ നോയമ്പിനൊക്കെ ഇതുപോലെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം. പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്കിതുപോലൊരു റൈസും നല്ല അടിപൊളി ഒരു ബീഫ് കറിയും അച്ചാറും പിന്നെ ഇതിലൂടെ പരിപ്പും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാനിതിൽ കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ അടിപൊളി തേങ്ങാച്ചോറും ബീഫ് കറിയും പിന്നെ ആ ഈത്തപ്പഴ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നോമ്പിനൊക്കെ ഇത് നമുക്ക് സുഖമായിരിക്കും ഇത് കഴിക്കാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പച്ച മാങ്ങ. അപ്പം നോമ്പൊക്കെ വരുമ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ ഇരുന്നങ്ങ് ചീത്തയായി പോകും. പിന്നെ ഉച്ചയൂണൊന്നും വേണ്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് ഇതുപോലെ അരിഞ്ഞ് കുറച്ച് ഉപ്പിട്ടൊന്ന് വിരകി വെയിലത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വെയിലത്ത് കൊണ്ട് വയ്ക്കാം.
ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും നല്ലതുപോലെ ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്ക് അടച്ചൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാമല്ലോ. ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ വിരകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെയിലത്ത് കൊണ്ട് വയ്ക്കട്ടെ. അതുപോലെ കുറച്ച് വാടിയ നാരങ്ങ ഉണ്ടായിരുന്നു, അതും ഞാൻ അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസും കുറച്ചധികം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് കുതിർത്ത് ഫ്രീസറിൽ വെക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ വെളുത്തുള്ളി എല്ലാം ഒന്ന് അരച്ച് എടുക്കാം. ഞാൻ ഈ വെളുത്തുള്ളി അരയ്ക്കുന്നതിലേക്ക് എണ്ണയോ ഉപ്പോ വെള്ളമോ ഒന്നും ചേർക്കത്തില്ല. വെളുത്തുള്ളി മാത്രമായിട്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നത്. ഇനി ഇതുപോലെ നല്ലതുപോലെ കഴുകി വെയിലത്ത് ഉണക്കിയ ഒരു അടപ്പ് നല്ല എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിലോട്ട് ഇതുപോലെ മാറ്റി കൊടുക്കാം. വെള്ളമോ ഓയിലോ ഒന്നും ഒഴിച്ചില്ലെങ്കിൽ നല്ലതുപോലെ തന്നെ അരഞ്ഞ് കിട്ടും. വെളുത്തുള്ളിയെല്ലാം ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചു. ഇനി അടുത്ത ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിന് ഇഞ്ചി നമുക്ക് ഇതുപോലെ ഇട്ടാൽ നല്ലോണം അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. ഇഞ്ചി അരച്ചെടുക്കുന്നതിലേക്ക് ഞാൻ വെള്ളമോ ഓയിലോ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല, അല്ലാതെ തന്നെ അത് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി അരച്ചതും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയായി. ഇനി ഗ്രീൻ പീസ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതും ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം അതും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇത് നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പം കുറേശ്ശെ എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങ് കഴിയായി കിട്ടും. അല്ലാതെ ഇത് ഇനിയിപ്പോൾ ഒരു മാസം ഇങ്ങനെ വെളിയിലിരുന്ന് ഇതിൽ ഉളറൊക്കെ വരും. അതാണ് ഞാൻ പെട്ടെന്ന് കുതിർത്തങ്ങ് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ കടലയിരിപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ കുതിർത്തൊക്കെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ആവശ്യത്തിനെടുത്ത് നമുക്ക് കറിയൊക്കെ വെക്കാമല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ സമോസ ഷീറ്റും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തണ്ണിമത്തങ്ങ കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പുറത്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും നമ്മൾ അത് അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ വെച്ചേക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത്.
ഇനി ഇതുപോലെ കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചധികം ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ജാറിലിട്ടൊന്ന് പൊടിച്ച് ഇതേപോലെ നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്കിട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് വറുത്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ വറുത്തെടുക്കണം. ഉണ്ടോ, ഇപ്പോൾ ഇത് നല്ലതുപോലെ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി സൂക്ഷിക്കാൻ. ഇനി അതവിടുന്ന് തണുക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് നല്ല മുരുമുരാന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാറ്റാം. ഇനിയിപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നാരങ്ങ വെള്ളമൊക്കെ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നല്ല എളുപ്പമായിരിക്കും. നമ്മൾ ജ്യൂസൊക്കെ ആകുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ടങ്ങ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിരുന്ന പെട്ടെന്നൊന്ന് വെള്ളമൊക്കെ കലക്കിയെടുക്കണമെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഒന്ന് പൊടിച്ച് അതും ഒരു കുപ്പിയിലേക്കൊന്ന് മാറ്റി കൊടുക്കും. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോമ്പിനങ്ങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പും പിടിച്ചുകൊണ്ട് അധിക സമയം അടുക്കളയിൽ നിൽക്കേണ്ടി വരത്തില്ല. അപ്പോൾ ബ്രെഡ് ക്രംസ് എല്ലാം അവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതും ഒരു ഗ്ലാസ് ജാറിലേക്കിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചങ്ങ് മാറ്റി വയ്ക്കും. ഇതിനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ ഇത് സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പം കുറച്ച് തേങ്ങയും ഒന്ന് ഉടച്ച് അതും തിരുവി ഒന്ന് ഫ്രീസറിൽ സൂക്ഷിക്കണം. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. മസാലകളൊക്കെ ഞാൻ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ മുന്നേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു.